537. വിശാലം, ഈ ബലാത്സംഗ കേസ് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. കേസുള്ള ചേട്ടാ, ചാരാശാപ്പിൽ പോയി ഞാൻ എങ്ങനെയാ ഈ കേസ് അന്വേഷിക്കുന്നത്? അതിനെന്താ? ഒരു പെൺ പോലീസ് പോയി ബലാത്സംഗ കേസ് അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഗുഡൻസ് എല്ലാം വെളിയിച്ചാടും. പെണ്ണിനെ ഞാൻ ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ ദേഹപരിശോധന നടത്താം. ഇത്താപ്പൂന് ദേഹപരിശോധന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ? അതൊന്നും നോക്കണ്ട, ചെന്ന ഉടനെ കണ്ണടച്ച് ചറപറ 5-6 ചാർത്തുക. അവന്റെ എല്ലാ രഹസ്യവും മണി പോലെ വെളിയിച്ചാടും. എങ്ങനെയാ തല്ലുന്നത്? കൈകൊണ്ട്. പിന്നെ പോലീസിൽ ചേർന്നാൽ പെണ്ണാണെന്നുള്ള ഓർമ്മ അങ്ങ് മാറ്റിവെക്കണം. ഈ പ്രാവശ്യത്തെ പോലീസ് സെലക്ഷൻ കണ്ടോ? 3000 ചില്ലാനം സ്ത്രീകളായിരുന്നു. അതിൽ 600 ചില്ലാനം പേര് BA-കാരികളായിരുന്നു. 4 പേരുണ്ട് ഡബിൾ ഡിഗ്രിക്കാർ. മുസ്ലിം, നമ്പൂരി, എന്തിനു പറയുന്നു ഗൊങ്ങിന് സ്ത്രീ വരെ ഉണ്ടായിരുന്നു. അതറിയാമോ? അതെ, കേശവപിള്ള ചേട്ടൻ എന്താ ഈയിടെ കേസ് അന്വേഷണത്തിലൊന്നും വലിയ താല്പര്യം കാണാത്തത്? പെൻഷൻ ആകാറായില്ലേ കൊച്ചേ. പക്ഷെ ഞാൻ എന്റെ മാർഗത്തിൽ കൂടി പല കേസുകളും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും അംഗീകരിച്ചിട്ടുണ്ട്. അത് വേണ്ടാത്ത കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിശാലം, നീയും എന്നെ കുഴപ്പമെന്നാണോ വിളിക്കുന്നത്? ഞാൻ എന്റെ വഴിയിൽ കൂടി ഒരു കേസന്വേഷണം നടത്തും, കണ്ടുപിടിക്കും, എനിക്ക് പത്മശ്രീ കിട്ടുകയും ചെയ്യും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശാലം, നിന്റെ അനുഗ്രഹവും കൂടി വേണമായിരിക്കും. കേശവപിള്ള ചേട്ടൻ നല്ല കാലം വരുമ്പോഴേ ഈ വിശാലത്തിനെ മറന്നുകളയരുത്. അതിന് ഞാൻ മരിക്കണം. പോലീസ് സ്റ്റേഷൻ കേട്ടോ. സാറേ, ഇവനാണ് വിമൻസ് കോളേജ് മുക്കിലെ കുഴപ്പക്കാരൻ. പെണ്ണുങ്ങൾ പോകുമ്പോ ചില കമന്റ് അടിയും പാട്ടും. ഇതെന്ത് വേഷം? ഇതാണ് ഇപ്പോഴത്തെ ഹിപ്പി. ഹിപ്പിയോ? ആണോ പെണ്ണോ? ആണടിക്കുന്നു. അല്ല വിമൻസ് കോളേജിന്റെ മുമ്പിൽ പോയി കമന്റ് അടിക്കുന്നു. ബ്ലഡി ഫൂൾ. ഇവനകത്തോട്ട് കയറട്ടെ. അകത്തുള്ള മൂട്ടയും പാറ്റയും എല്ലാം ചത്തുപോകും. വിശാലം, നമ്മുടെ ചെടി വെട്ടുന്ന കത്രയും കിടക്കുന്നു. നമുക്ക് കേശവപിള്ളേ ഇവനൊരു പുതിയ ശിക്ഷ കൊടുക്കാം. എല്ലാം വെട്ടി ഇറക്കി അങ്ങ് വെളുപ്പിച്ച് കളയാം. താടിയും മുടിയും പോയാൽ പിന്നെ ഇവനെങ്ങനെ കമന്റ് അടിക്കും? വെളി കാണിച്ചിട്ട് വേണ്ടേ കമന്റ് അടിക്കാൻ? കേശവപിള്ളേ, സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എന്താണ്? കുപ്രസിദ്ധനായ ഒരു കള്ളക്കടത്തുകാരൻ ഈ ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട്. അവനെ പിന്തുടർന്ന് സെൻട്രൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ഉദ്യോഗസ്ഥന്മാരും പോന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന്. സന്തോഷം. ഹലോ, ശ്രദ്ധിക്കുക. അത് തന്നെയാണ് ആള്. ആരും കാണാതെ മോട്ടോർ സൈക്കിളിൽ ടൈം ബോംബ് വെച്ചേക്കും. വേഗം, ക്വിക്ക്. സെമിലല്ലേ മോളില്? ഇല്ലല്ലോ സാർ, രാവിലെ തന്നെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് കോൺവെന്റിലേക്ക് പോയതാ. ഡോക്ടർ, ഭയപ്പെടാനൊന്നുമില്ല. തലച്ചോറിനാണ് മുറിവ്. ഓർമ്മശക്തി വീണ്ടും കിട്ടിയാൽ ഞങ്ങളുടെ ശ്രമം ഫലിച്ചു എന്ന് പറയാം. ഇവളാണ് ഇതിനെല്ലാം കാരണക്കാരി. ഈ മരണപ്പാച്ചിലിന് അവനെ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം മറ്റാരുമല്ല ഡോക്ടർ, സ്വന്തം സഹോദരിയാണ്. അനുഭവിക്കട്ടെ. പക്ഷേ വയസ്സായി എനിക്ക് ഇതെല്ലാം താങ്ങാനുള്ള ശക്തിയില്ല ഡോക്ടർ. അച്ഛാ, എന്റെ ചേട്ടൻ ഒരു ആപത്തും വരില്ല അച്ഛാ. ഈ വന്നതൊന്നും ആപത്തല്ലേ അല്ലേ? എല്ലാം വളർന്ന് അച്ഛനൊക്കെ അറിവുള്ളവരായിപ്പോയി. മിസ്റ്റർ ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു?
ഒന്നും പറയാറായിട്ടില്ല. ഞാൻ മിസ്റ്റർ ചന്ദ്രന്റെ ഒരു പരിചയക്കാരിയാണ്. അദ്ദേഹം എനിക്ക് ഈശ്വരന് തുല്യമാണ്. ഈ പത്രത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആക്സിഡന്റിനെ പറ്റിയുള്ള വിവരം അറിഞ്ഞത്. അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ? ചേട്ടൻ തിയേറ്ററിലാണ്. നിങ്ങൾ വൈകുന്നേരം വരൂ, അപ്പോൾ കാണാം. താങ്ക്സ്. ഞാൻ ചന്ദ്രന്റെ സഹോദരിയാണ്. നളിനി, ആരാണത്? എനിക്കറിയില്ല അച്ഛാ. ഇവർ ഹോട്ടൽ പഞ്ചവടിയിലെ ഒരു ഡാൻസറാണ്. അത്രക്കാര്യമായി ചന്ദ്രൻ എങ്ങനെ പരിചയം? എനിക്കറിയില്ല അച്ഛാ. നിനക്കൊന്നും അറിയില്ല. അവൻ പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞു എന്തിനാണ് പോകുന്നത് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ഇത്തരം ഡാൻസുകാരികളുള്ള ഹോട്ടലിലായിരിക്കും ആ പ്രാക്ടീസ്. അഭിമാനിയായ ഒരു അച്ഛന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ സാധിക്കും? ഡോക്ടർ, ടേക്ക് ഇറ്റ് ഈസി. ആഫ്റ്റർ ഓൾ ഹി ഈസ് ആൻ യങ്സ്റ്റർ. ആ ഏഴംഗത്ത് കാലത്ത് എന്തുവാ കുത്തിയിരുന്ന് ചിരണ്ടുന്നത്? ഇടോ, ഇത് ഇന്നലെ ആക്സിഡന്റ് ആയ മോട്ടോർ സൈക്കിളാണ്. എന്തോ സ്ഫോടക വസ്തു വെച്ച് ആരോ പൊട്ടിത്തെറിപ്പിച്ചെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ത് സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് അങ്ങനത്തിന് എങ്ങനെ അറിയും? ഇതാണ് എന്റെ നാടൻ രീതിയിലുള്ള ഗവേഷണം. ഇത് കണ്ടോ, ഇത് തുരിശ് കലക്കിയ വെള്ളമാണ്. ഓഹോ. പൊട്ടിത്തെറിച്ച ഭാഗത്ത് ഗന്ധകത്തിന്റെ അംശം കാണും. അത് ചുരണ്ടി ഇതിലിട്ട് 2 തുള്ളി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചാൽ ഇതിൽ നിന്നും പുക വരും. നേരാണോ അങ്ങനത്തെ? ഇത് കണ്ടോ. ഇപ്പൊ എന്ത് പറയുന്നടോ? സമ്മതിച്ചു അങ്ങനെ. താൻ സമ്മതിച്ചാ മതിയോ? ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കണ്ടേ? എന്ത് ചെയ്താലും കുഴപ്പക്കാരനാണെന്നാണ് പറയുന്നത്. മുമ്പ് ഇവിടെ ഇരുന്ന ഏമാൻ എനിക്കൊരു സൽപ്പേരും തന്നിട്ട് പോയിട്ടുണ്ട്, കുഴപ്പം കേശവുള്ള. അങ്ങുന്നതിന്റെ കഴിവ് മനസ്സിലാക്കുന്ന ഒരു കാലം വരും അങ്ങുന്നേ. വന്നില്ലെങ്കിലും എനിക്കതിൽ ഒരു ചുക്കുമില്ലടോ. എന്നാലും ആരും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പ്രമാദമായ ഒരു കേസ് എന്റെ ഈ നാടൻ മാർഗത്തിൽ കൂടി ഞാൻ കണ്ടുപിടിച്ച് എന്റെ വലത്തെ കയ്യിൽ ഞാൻ പത്മശ്രീ മേടിച്ചതിന് ശേഷമേ ഞാൻ റിട്ടയർ ചെയ്യൂ, മരിക്കൂ. നാടകമല്ലേ? എവിടുന്നാ വിശാലം അതിരാവിലെ ഈ നവദമ്പതികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്? കണ്ടില്ലേ? കേട്ടോ, 26 വയസ്സുള്ള ഹനീഫ എന്ന യുവാവും 16 വയസ്സുള്ള സുലോചന എന്ന യുവതിയും കൊതവറ എന്ന സ്ഥലത്ത് നിന്നും 40 പവൻ തൂക്കമുള്ള ആഭരണങ്ങളുമായി കടന്നിരിക്കുന്നു. കണ്ടുകിട്ടുന്നവർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഇതാണ് 26 വയസ്സും 16 വയസ്സും. അത് ചിലപ്പോ അച്ചടിപ്പിച്ചതായിരിക്കും സാറേ. കാലത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. നേരെ തൂക്കി എടുത്തിഞ്ഞു കൊണ്ടുപോകുന്നു. മുത്തപ്പോ, എവിടെയാ സ്വദേശം? കൊതവറയുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയതാ. ഇപ്പഴാ സാറേ 40 പവന്റെ ആഭരണം ഈ പെട്ടിക്കകത്ത് കാണും. എടാ കൊതവറ മുത്തപ്പ, നീ ആള് മോശമല്ലല്ലോ. നാളെ 2 തട്ടി ആത്താക്കി 2 മുറി കിടക്കണം. കേശവല്ലേ, അവര് വന്നോ? ആര് സാർ? ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ അയച്ചിട്ടുണ്ട്. വന്നില്ലല്ലോ. ഇവരാരാ? ഇത് കൊതവറക്കാര്. ഒളിച്ചോട്ട കേസ്. ഒളിച്ചോട്ട കേസ്? യെസ് ഇൻസ്പെക്ടർ, നിങ്ങൾ അന്വേഷിക്കുന്ന സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആണ് ഞങ്ങൾ. ഞങ്ങളുടെ വരവ് രഹസ്യമായിരിക്കാൻ ഈ വേഷം കിട്ടിയെന്നേ ഉള്ളൂ. 1 മിനിറ്റ്, ഞങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. കമാൺ സാം. കേശവല്ലേ, ഞാൻ എന്തൊരു കുഴപ്പമുള്ള കാണിക്കുന്നു. സാർ, ഞാനല്ല സാർ, ഈ വിശാലമാണ്. സാർ, ആളിനെ കണ്ടിട്ട് ഒരു പിടിയും കിട്ടിയില്ല സാർ, ക്ഷമിക്കണം. കേശവല്ലേ, നാടൻ പ്രയോഗമാണെങ്കിലും തന്റെ ഗവേഷണത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചു വന്ന കേസും ചന്ദ്രന്റെ മോട്ടോർ സൈക്കിൾ അപകടവുമായി വളരെയധികം ബന്ധമുണ്ട്. സാർ, ചന്ദ്രൻ ആശുപത്രിയിലാണെന്നാണ് അറിവ്. അവിടെ നമ്മുടെ ആദ്യത്തെ വല വീശിയാൽ ആരെങ്കിലും അത് വീഴാതിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. സാർ, ഞങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടി മിസ്റ്റർ കേശവള്ളയും മിസ് വിശാലത്തിനെയും ഒന്ന് വിട്ടു തന്നാക്കുക. ഓക്കെ, നിങ്ങൾ 3 പേരും കൂടി ആസ്പത്രിയിൽ പോയി ഒരു പ്രത്യേക സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് ചന്ദ്രൻ കിടക്കുന്ന മുറിയിൽ ആരൊക്കെ വരുന്നോ അവർ വാച്ച് ചെയ്യുക. സാർ, ആ ആസ്പത്രിയിൽ എന്റെ അനന്തരം ലീല ഒരു നേഴ്സാണ്. അവളെ കൊണ്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും സാധിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. വിഷ് ഗുഡ് ലക്ക്. അവൻ ജീവനോടുകൂടി ഇരിക്കുന്നത് നമുക്ക് അപകടമാണ്. ഞാൻ രാധയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാത്രി കൃത്യം 11 മണിക്ക് നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലണം. രാധ നിങ്ങളെ കാത്ത് സ്റ്റോർ റൂമിൽ കാണും. എല്ലാം ഭദ്രമായിരിക്കണം. ഓക്കെ? യെസ് സർ. വിഷ് യു ഗുഡ് ലക്ക്.
നമ്മൾ ആശുപത്രിയിൽ വന്നു, ഇനി പേടിക്കാനില്ല. ഇതർ ഇവിടെ ആരുമില്ല. എന്താ ബഹളം? മേരാ ബേട്ടി, അവൾക്ക് ഗർഭം. അവൾക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. വേദന വേദന വേദന. മേരാ പ്യാരി ബേട്ടി മച്ചു. അവളുടെ വേദന കണ്ടപ്പോൾ നമുക്ക് വേദന, നമുക്ക് വേദന. മാഡം, ഇതേതാ മാസം? 12. അവൾക്ക് ഒന്നും അറിയാൻ വയ്യ. അവൾ കൊച്ചു കുട്ടിയാണ്. മേരി ബേട്ടി, ഫ്ലാസ്ക് വയറ്റിന്റെ മുകളിൽ വെക്കുന്ന ചെറുക്കന്റെ തല തിളങ്ങിപ്പോകും. നമ്മളുടെ ഭർത്താവ് ബോംബെക്ക് പോയിട്ട് 12 മാസമായി. ആ കണക്കാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഗർഭം 12-ാം മാസം. കണ്ടപ്പോഴേ സംശയം തോന്നി, ഇപ്പൊ മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് വേണം? നമ്മുടെ ബേട്ടിക്ക് ഒരു ബെച്ച പിറക്കാൻ പോകുന്നു. അവളെ ഇന്ന് രാത്രി ഇവിടെ കിടത്തണം. ഈ മുറി കിട്ടിയാൽ മതി. ഞാനും ഗീതയും കാവലിരുന്നോളാം. അവിടെ ഇരുന്നാൽ കാറ്റും കിട്ടും, നോട്ടവും കിട്ടും. ഡെലിവറി കേസാണ് രാധേ. നമുക്ക് ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ട് ആറമ്മു വരുമ്പോ വിവരം പറയാം. ഓക്കെ, വരണം. ഒരു എണ്ണ കൊടുക്കട്ടെ? ഇപ്പൊ വേണ്ട രാധ. ലക്ഷണം കണ്ടിട്ട് ഇന്ന് കാണുമെന്ന് തോന്നുന്നില്ല. രാധ 36 ഒരു ഇഞ്ചക്ഷൻ കൊടുത്തട്ടെ. വീട്ടിൽ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അയ്യപ്പനുണ്ട് ഇവിടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ അയ്യപ്പാനൊന്ന് വിളിച്ചാൽ മതി. അയ്യപ്പൻ ഇവിടെ പറന്നെത്തും. അയ്യപ്പനെ നമ്മൾ ഗവനിക്കുന്നുണ്ട്. അയ്യപ്പൻ ബോ. അമ്മാവാ, ഇത് എന്ത് വേഷമാ? എടീ, അമ്മാവന് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട്. ഞങ്ങൾ ആ ചന്ദ്രന്റെ മുറി ഒന്ന് വാച്ച് ചെയ്യാൻ വന്നതാണ്. ഏതായാലും ആർക്കും ഒരു സംശയം തോന്നുന്നില്ല. ഇവരൊക്കെ ആരാണ്? ഇത് സേട്ടും കീട്ടും ഒന്നുമല്ല. CID ഇൻസ്പെക്ടർ സദാശിവം. ഞങ്ങളെല്ലാം ഇദ്ദേഹത്തെ സാം എന്നാണ് വിളിക്കുന്നത്. ഇത് ലേഡി പോലീസ് വിശാലം. അയ്യോ, ചേച്ചിയെ കണ്ടിട്ട് അറിഞ്ഞതേ ഇല്ലല്ലോ. അതാണ് പോലീസിന്റെ കഴിവ്. അമ്മാവാ, ഇവിടെ രാധയാണ് നൈറ്റ് ഡ്യൂട്ടി. എന്തെങ്കിലും സൗകര്യം ചെയ്ത് തരണോ? ഞങ്ങൾക്ക് 3 പേർക്ക് ഓരോ ഗ്ലാസ് പാല് വേണം. ഇവിടെ രോഗികൾക്കാണ് പാല്. ആർക്ക് കൊടുത്തില്ലെങ്കിലും ഞാൻ ചോദിച്ചാൽ തരുമെന്ന് എനിക്കറിയാം. ചോദിച്ചാൽ തരാതിരിക്കാൻ നോക്കുമോ? പാല് തരാൻ രാധയോട് പറയാം. രാധ, എന്താ ഗർഭിണി എങ്ങനെ ഇരിക്കുന്നു? അയ്യോ പാവങ്ങൾ, കഴിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. രാധ ഒരു കാര്യം ചെയ്യും, മേട്ടനോട് പറഞ്ഞ് ഇന്നത്തേക്ക് അവർക്ക് ഓരോ ഗ്ലാസ് പാല് കൊടുക്കും. അതിനെന്താ? എന്നാ ഞാൻ പോയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഞങ്ങൾക്ക് ഉറങ്ങിക്കളയുന്നു. നെഹി പിതാജി നെഹി ഉറക്കം. പലരും വൈകിട്ട് ചെന്ന ഇയാൾ ഉറങ്ങും. നെഹി മാതാജി നെഹി സ്വജാ ഉറക്കം. ഇത് നയിച്ച എനിക്ക് ശ്വാസം കുറച്ചേരം കൂടെ അങ്ങനെ കിടക്കുന്നു. ഞാൻ ഏതായാലും സാറിനെ വിളിച്ച് വിവരം ഒന്ന് പറഞ്ഞേക്കാം. കിടക്കുന്നവനെ അറിയാമോ അതിന്റെ പാട്. തുക്കാറാം calling DOS. DOS on the line, speak on. ഞാനാണ് സാറേ, സാം. സാം, ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾക്കൊരു നല്ല മുറി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ മുറി നോക്കിയാൽ ചന്ദ്രന്റെ മുറി കാണാം. പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ രാത്രി മുഴുവൻ ജാഗ്രതയായിരിക്കണം. ഞാൻ കുറച്ച് താമസിച്ചേ വരികയുള്ളൂ. ഓക്കെ, രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് വാച്ച് ചെയ്തോളാം. വിഷ് യു ഗുഡ് ലക്ക്. ഞാൻ വിചാരിച്ച 6 കയറി എനിമ വെച്ചിട്ട് പോയെന്ന്. चली गई പോയി.